റാസി വിഷൻസ്, ദി ഗൈഡ് ഓഫ് മദ്രസ സ്റ്റുഡൻസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റാസി വിഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ എത്തിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോ ഹൈപ്പ് ചെയ്യാൻ അറിയുന്നവർ ഹൈപ്പ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകളൊക്കെ അറിയിക്കുക. ഈ വീഡിയോയിലെ 7ാം ക്ലാസ്സിലെ താരീഖ് എന്ന വിഷയത്തിൻ്റെ ഒരു മോഡൽ ചോദ്യപേപ്പറാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ ആദ്യമായിട്ട് ഒന്നാമത്തത് യോജിപ്പിക്കാം എന്നാണ്. അതിലെന്താണ്, ഓരോ രാജ്യത്തുമുള്ള പ്രധാന സ്വഹാബികളാണ് യോജിപ്പിക്കേണ്ടത്. താഴെ രാജ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, 5 രാജ്യങ്ങൾ. ആ രാജ്യത്തുള്ള സ്വഹാബികൾ, ആ സ്ഥലത്തുള്ള സ്വഹാബികൾ. പിന്നെ ഇവിടെ ഇടത് സൈഡിൽ ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഓരോന്നും എടുത്ത് ഈ ഭാഗത്തേക്ക് എഴുതാണ് വേണ്ടത്. ഇവിടെ സ്വഹാബികളുടെ പേരുകൾ ജസ്റ്റ് ഒന്ന് വായിക്കാം. അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു, അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹു, മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹ് ബിൻ അംർ ബിൻ അൽ-ആസ് റളിയല്ലാഹു അൻഹു. ഇവരൊക്കെയാണ് സ്വഹാബികൾ. ഈ സ്ഥലങ്ങൾ നോക്കാം. ഒന്നാമത്തത് മദീനയാണ്. മദീനയിൽ ആരാണ്? മദീനയിൽ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു ആണല്ലേ. അപ്പോൾ അതാണ് മദീന എന്നുള്ളിടത്ത് എഴുതേണ്ടത്, അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു. ഇനി രണ്ടാമത്തത് മക്കയാണ്. മക്കയിൽ ആരാ? അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണ്. ഇതാണ് രണ്ടാമതായിട്ട് എഴുതേണ്ടത്. മക്കയിൽ അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു. അപ്പോൾ അങ്ങനെ എഴുതാം. പിന്നെ 3 മിസ്റാണ്. മിസ്റിൽ ആരാ? അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ അൽ-ആസ് റളിയല്ലാഹു അൻഹു. ഇത് അവസാനം കൊടുത്തിട്ടുണ്ട്. ഇതാണ് മൂന്നാമതായിട്ട് എഴുതേണ്ടത്, അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ അൽ-ആസ് റളിയല്ലാഹു അൻഹു. 4 ഷാമാണ്. ഷാമിൽ ആരാ? ഷാമിൽ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു ആണ്. അപ്പോൾ അവിടേക്ക് അത് എഴുതാം, ഷാം മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു. ഇനി 5ാമത് കൂഫയാണ്. കൂഫയിൽ ഇനി ഇവിടെ ബാക്കിയുള്ളത് അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു ആണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് ഈ കൂഫ എന്നുള്ളിടത്ത് എഴുതുക, അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു. അപ്പോൾ ഇതാണ് ഓരോ രാജ്യത്തുമുള്ള സ്വഹാബികൾ. അത് നമുക്കിങ്ങനെ യോജിപ്പിക്കാം. രണ്ടാമത്തെ ആക്ടിവിറ്റി ക്രമത്തിലാക്കാം എന്നാണ്. ഇവിടെ ഓർഡർ തെറ്റിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അത് ക്രമത്തിലാക്കാനാണ്. എന്തൊക്കെയാണ്? മിനദ്ദീനി ഇന്നൽ ഇസ്നാദ ലഖാല മൻഷാ മാഷാ വലൗലൽ ഇസ്നാദു എന്നാണ്. അതെങ്ങനെ? അതിലൊന്നാമത്തത് ഇന്നൽ ഇസ്നാദ എന്നാണ്. അതെവിടെ? ഇതാണ് ഫസ്റ്റ്, ഇന്നൽ ഇസ്നാദ. പിന്നെ മിനദ്ദീനി എന്നാണ് രണ്ടാമത് വേണ്ടത്. പിന്നെ വലൗലൽ ഇസ്നാദു, അതാണ് മൂന്നാമത് വേണ്ടത്. പിന്നെ 4ാമത് ലഖാല എന്നാണ്. 5ാമത് മൻഷാ മാഷാ. അപ്പോൾ എങ്ങനെ പറയും? ഇന്നൽ ഇസ്നാദ മിനദ്ദീനി വലൗലൽ ഇസ്നാദു ലഖാല മൻഷാ മാഷാ. അത് പൂരിപ്പിക്കാനൊക്കെ വരാം, അല്ലെങ്കിൽ ചിലപ്പോൾ അർത്ഥം ചോദിക്കാം, ആശയം എഴുതാനൊക്കെ പറയാം. ആശയം നിങ്ങൾക്ക് അറിയുണ്ടാവും. എന്താണ്? പിന്നെ പരമ്പര ദീനിൽപ്പെട്ടതാണ്. അതില്ലെങ്കിൽ ഓരോരുത്തരും അവർക്ക് ഇഷ്ടമുള്ളത് പറയും. അപ്പോൾ അർത്ഥം കൂടി മനസ്സിലാക്കുക. ഇനി 3ാമത്തെ ആക്ടിവിറ്റി ആശയം എഴുതാമെന്നാണ്. അത് എന്താണ് ആശയം എഴുതാനുള്ളത്? ആലിമു ഖുറൈശിൻ യംലഉ തുബാഖൽ അർളി ഇൽമൻ എന്നാണ്. എന്താണ് അതിൻ്റെ അർത്ഥം? ഒരു ഖുറൈശി, ആലിമു ഖുറൈശിൻ, ഒരു ഖുറൈശി പണ്ഡിതൻ. യംലഉ നിറക്കും, തുബാഖൽ അർള് ഭൂമി, ഇൽമൻ ഇൽമിനാൽ. നമുക്കൊരു ആശയം എന്നുള്ള രീതിയിൽ എങ്ങനെ എഴുതാം? ഒരു ഖുറൈശി പണ്ഡിതൻ ഭൂമിയെ അറിവ് കൊണ്ട് നിറക്കും. അങ്ങനെ എഴുതാം. ഒരു ഖുറൈശി പണ്ഡിതൻ ഭൂമിയെ അറിവ് കൊണ്ട് നിറക്കും. അങ്ങനെ എഴുതാം. ഇനി അടുത്തത് 4ാമത്തത് 2 വീതം എഴുതാം. താഴെ ചോദ്യങ്ങൾക്കൊക്കെ 2 ഉത്തരങ്ങൾ എഴുതണം. അതിൽ 1ാമത്തെ ചോദ്യം, ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന് ഹദീസ് പഠിപ്പിച്ച ഉസ്താദുമാർ ആരൊക്കെയാണ്? ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഹദീസ് പഠിപ്പിച്ചു കൊടുത്ത ഉസ്താദുമാർ ആരൊക്കെ? നമ്മൾ 3 ആൾക്കാരെ പേര് പഠിച്ചിട്ടുണ്ട്. ഒന്ന് ഹമ്മാദ് ബിൻ അബി സുലൈമാൻ റളിയല്ലാഹു അൻഹു, പിന്നെ നാഫി റളിയല്ലാഹു അൻഹു, പിന്നെ അത്താ റളിയല്ലാഹു അൻഹു. ഇങ്ങനെ 3 പേരാണ് പഠിച്ചിട്ടുള്ളത്. അതിൽ ഏതെങ്കിലും 2 എണ്ണമാണ് ഇവിടെ എഴുതേണ്ടത്. ഞാൻ ഈ എളുപ്പം എഴുതാൻ നാഫി റളിയല്ലാഹു അൻഹു, പിന്നെ അത്താ റളിയല്ലാഹു അൻഹു, ഇങ്ങനെ 2 പേര്. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്താം? ഹമ്മാദ് ബിൻ അബി സുലൈമാൻ എഴുതാം.
മൂന്ന് പണ്ഡിതന്മാരിൽ 6 പേര് എഴുതാം. രണ്ടാമത്തത് ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഹദീസ് പഠിച്ച പണ്ഡിതന്മാരാണ്. നേരത്തെ അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുത്ത പണ്ഡിതന്മാരാണ്. ഇപ്പോഴത്തെ ചോദ്യം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് അഥവാ അദ്ദേഹത്തെ ഉസ്താദായിട്ട് പഠിച്ച പണ്ഡിതന്മാർ ആരൊക്കെയാണ്? അതിലും 3 ആളുകൾ പേര് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അബൂ യൂസുഫ്, വക്കീഅ, അബ്ദുല്ലാഹ് ഇബ്നുൽ മുബാറക് എന്നിവരാണ്. ഞാനിവിടെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒന്ന് അബൂ യൂസുഫ് റളിയല്ലാഹു അൻഹു, പിന്നെ വക്കീഅ റളിയല്ലാഹു അൻഹു, ഇങ്ങനെ 2 പേരാണ് എഴുതുന്നത്. നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം. ഇനി അതിൽ മൂന്നാമത്തത് ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ ഉപനാമങ്ങൾ എന്ന് പറഞ്ഞാൽ വേറെ മറ്റു പേരുകളാണ്. ഇമാം മാലിക് റളിയല്ലാഹുവിൻ്റെ ഉപനാമങ്ങൾ: ഒന്ന് ഉസ്താദുൽ അഇമ്മ, അതാണ് ഒന്ന്, ഉസ്താദുൽ അഇമ്മ. മറ്റൊന്ന് ഷെയ്ഖുൽ ഉലമാ, ഇതൊക്കെ നമുക്കറിയുന്നതാണ്. അപ്പോൾ 2 പേരുകൾ ഇവിടെ എഴുതുക: ഉസ്താദുൽ അഇമ്മ, മറ്റൊന്ന് ഷെയ്ഖുൽ ഉലമാ. ഇനി 5ാമത്തെ ആക്ടിവിറ്റി കള്ളികൾ പൂർത്തിയാക്കി എഴുതാം എന്നാണ്. കള്ളികൾ പൂർത്തിയാക്കി എഴുതാം. ഇവിടെ ഇമാമുകൾ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഇമാമുമാരെ പേരുണ്ട്. ജനന വർഷം, വഫാത്ത് വർഷം, ഈ 2 എണ്ണമാണ് ഇവിടെ നമ്മൾ എഴുതി കൊടുക്കേണ്ടത്. അതിൽ ഒന്നാമത്തത് ആരാണ്? ഷാഫി റളിയല്ലാഹു അൻഹു. ഷാഫി റളിയല്ലാഹു അൻഹുവിൻ്റെ ജനനം നമുക്കറിയാം എന്താണ്? ഹിജ്റ 150 150 150. വഫാത്ത് ഹിജ്റ 204 അല്ലേ? ഹിജ്റ 204. അക്കങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതിരിക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ പിന്നെ സംഖ്യയൊക്കെ മാറും, അത് നല്ലോണം ശ്രദ്ധിക്കണം. രണ്ടാമത്തത് മാലിക് ബിനു അനസ് റളിയല്ലാഹു അൻഹു. മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ ജനനവർഷം ഹിജ്റ 95. പിന്നെ വഫാത്ത് എത്രയാണ്? വഫാത്ത് 179 അല്ലേ? ഇനി മൂന്നാമത്തത് അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. അബൂ ഹനീഫ റളിയല്ലാഹുവിൻ്റെ ജനനം ഏതാണ്? ഹിജ്റ 80. ഹിജ്റ 80. അദ്ദേഹത്തിൻ്റെ വഫാത്ത് ഹിജ്റ 150. 150. ഇനി നാലാമത് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിൻ്റെ ജനനവർഷം എന്താ? ഹിജ്റ 164. 164. അദ്ദേഹത്തിൻ്റെ വഫാത്ത് ഹിജ്റ 241. അതിങ്ങനെ പൂർത്തിയാക്കാം. ഷാഫി റളിയല്ലാഹു അൻഹുവിൻ്റെ ജനനം ഹിജ്റ 150, വഫാത്ത് 204. മാലിക് ബിൻ അനസ് റളിയല്ലാഹുവിൻ്റെ ജനനം ഹിജ്റ 95, വഫാത്ത് ഹിജ്റ 179. പിന്നെ അബൂ ഹനീഫ റളിയല്ലാഹുവിൻ്റെ ജനനം ഹിജ്റ 80, വഫാത്ത് ഹിജ്റ 150. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിൻ്റെ ജനനം ഹിജ്റ 164, വഫാത്ത് 241. അങ്ങനെ കള്ളികൾ പൂർത്തിയാക്കാം. വയസ്സൊക്കെ ചോദിക്കാനും ചാൻസ് ഉണ്ട്, അപ്പോൾ അതൊക്കെ പഠിച്ചു വെക്കുക. ഇനി 6ാമത്തെ ആക്ടിവിറ്റി ഉത്തരം എഴുതാം എന്നാണ്. ഇവിടെ ഒരു 4 ചോദ്യങ്ങളുണ്ട്, അതിൻ്റെ ഉത്തരം എഴുതി കൊടുക്കാനാണ്. അതിലൊന്നാമത്തെ ചോദ്യം എന്താ? അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്? അബൂ ഹനീഫ റളിയല്ലാഹുവിനെ കുറിച്ച് നബി തങ്ങൾ എന്താ പറഞ്ഞത്? വിജ്ഞാനം കാർത്തിക നക്ഷത്രത്തിൻ്റെ അരികിലാണെങ്കിലും പേർഷ്യക്കാരിൽ ചിലർ അത് നേടിയെടുക്കും അല്ലേ? അത് അദ്ദേഹത്തെക്കുറിച്ചായിരുന്നു എന്ന് മനസ്സിലാക്കാം. എന്താണ്? വിജ്ഞാനം കാർത്തിക നക്ഷത്രത്തിൻ്റെ അരികിലാണെങ്കിലും പേർഷ്യക്കാരിൽ ചിലർ അത് നേടിയെടുക്കും. അതാണ്. ഇനി രണ്ടാമത് ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നബി തങ്ങൾ പറഞ്ഞത് എന്താ? ഇതിൻ്റെ ആൻസർ ഇതാണ്: പണ്ഡിതന്മാരെ അന്വേഷിച്ച് ജനങ്ങൾ യാത്ര ചെയ്യേണ്ടി വരുന്ന ഒരു കാലം വരും. അന്ന് മദീനയിലെ പണ്ഡിതനേക്കാൾ അറിവുള്ള ഒരാളും അവർ എത്തിക്കില്ല. ആ മദീനയിലെ പണ്ഡിതൻ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ആണ് എന്ന് അനുമാനിക്കാം. അപ്പോൾ അതാണ് അദ്ദേഹത്തെക്കുറിച്ച് നബി തങ്ങൾ പറഞ്ഞത്. എന്താണ്? പണ്ഡിതന്മാരെ അന്വേഷിച്ച് ജനങ്ങൾ യാത്ര ചെയ്യേണ്ടി വരുന്ന ഒരു കാലം വരും. അന്ന് മദീനയിലെ പണ്ഡിതനേക്കാൾ അറിവുള്ള ഒരാളും അവർ എത്തിക്കുകയില്ല. അറിവുള്ള ഒരാളെയും അവർ എത്തിക്കുകയില്ല. അപ്പോൾ ഞാൻ സ്ഥലമില്ലാത്തതോട് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. പണ്ഡിതന്മാരെ അന്വേഷിച്ച് ജനങ്ങൾ യാത്ര ചെയ്യേണ്ടി വരുന്ന ഒരു കാലം വരും. അന്ന് അവിടെ മുതൽ പിന്നെന്താണ് എഴുതേണ്ടത്? അന്ന് മദീനയിലെ പണ്ഡിതനേക്കാൾ അറിവുള്ള ഒരാളെയും അവർ എത്തിക്കില്ല. അതാണ് ചേർക്കേണ്ടത്. ഇനി മൂന്നാമത്തത് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഖുർആൻ ഖത്തം തീർത്തിരുന്നു. എത്ര സമയം കൊണ്ട്? റമദാൻ അല്ലാത്ത സമയങ്ങളിൽ എല്ലാ ദിവസവും 1 ഖത്തും, റമദാനിൽ 2 ഖത്തും അല്ലേ? റമദാൻ അല്ലാത്ത സമയങ്ങളിൽ എല്ലാ ദിവസവും 1 ഖത്തും, റമദാനിൽ 2 ഖത്തും. ഇനി 4ാമത്തെ ചോദ്യം
ഹദീസ് പറയുന്നതിന് മുമ്പ് ഇമാം മാലിക് റളിയല്ലാഹു പ്രത്യേകമായി ഒരുങ്ങിയിരുന്നത് എങ്ങനെയാണ്? ഹദീസ് പറയുന്നതിന് മുമ്പ് ഇമാം മാലിക് റളിയല്ലാഹു പ്രത്യേകമായി ഒരുങ്ങിയിരുന്നത് എങ്ങനെയാണ്? കുളിക്കുകയും നല്ല വസ്ത്രം ധരിക്കുകയും സുഗന്ധം പൂശുകയും ചെയ്ത്. അങ്ങനെ എഴുതാം. എങ്ങനെയായിരുന്നു? കുളിക്കുകയും നല്ല വസ്ത്രം ധരിക്കുകയും സുഗന്ധം പൂശുകയും ചെയ്ത്. അങ്ങനെ എഴുതാം. ആക്ടിവിറ്റി 5 യോജിപ്പിക്കാം എന്നാണ്. ഇവിടെ താഴെ കുറച്ച് ചോദ്യങ്ങളുണ്ട്, അതിനോട് യോജിക്കുന്ന ഉത്തരങ്ങൾ അടുത്ത സൈഡിലുണ്ട്. ഇവിടെ നമുക്കിങ്ങനെ ഉത്തരങ്ങൾ ഞാൻ നമ്പർ ഇട്ടിട്ടും പിന്നെ വരച്ചും യോജിപ്പിച്ച് കാണിച്ചു തരാം. നിങ്ങളത് പഠിക്കുക. പരീക്ഷയ്ക്ക് സാധാരണ എഴുതാനുള്ള സ്ഥലം കൂടി ഉണ്ടാവാറുണ്ട്. ഇതിൽ ഒന്നാമത്തത് എന്താണ്? ഒന്നാമത്തത് അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ. ഇവിടെ ആൻസറുകൾ ഏതൊക്കെ? നുഅ്മാൻ റളിയല്ലാഹു അൻഹു, മുബ്തദിഉകൾ മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു, ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു, ഹമ്മാദ്. ഇതൊക്കെയാണ് ആൻസറുകളായിട്ടുള്ളത്. അതിൽ ഒന്നാമത്തത് അബൂ ഹനീഫ റളിയല്ലാഹുവിൻ്റെ മകൻ ആരാണ്? ഹമ്മാദ് അല്ലേ? അപ്പോൾ അതാണ് ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത്, ഹമ്മാദ്. 2, അറിവ് കൊണ്ട് ലോകം കീഴടക്കിയ മഹാനായിരുന്നു ആര്? ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു. അതാണ് 2ൻ്റെ ഉത്തരം. അപ്പോൾ അതിങ്ങനെ യോജിപ്പിക്കാം. പിന്നെ 3, അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിൻ്റെ യഥാർത്ഥ പേര്. അബൂ ഹനീഫ റളിയല്ലാഹുവിൻ്റെ യഥാർത്ഥ പേരെന്താ? ഇതാണ് അതിൻ്റെ ആൻസർ, നുഅ്മാൻ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര്. ഇനി 4, മദ്ഹബിനെ നിരാകരിക്കുന്നവർ അവരാരാണ്? 4, മുബ്തദിഉകൾ. അതാണ് അതിനോട് യോജിക്കുന്നത്, മുബ്തദിഉകൾ. ഇനി 5, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ആദരവ് കൊണ്ട് വാഹനത്തിൽ കയറിയിരുന്നില്ല. നബിനോടുള്ള ബഹുമാനം കൊണ്ട് മദീനയിൽ വാഹനത്തിലൊന്നും കയറിയിരുന്നില്ല. അതാരാ? അത് മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു. അതാണ് 5ാമത്തെ ഉത്തരം. അപ്പോൾ അതിങ്ങനെ യോജിപ്പിക്കാം. ഒന്നുകൂടി പറയുന്നു. അബൂ ഹനീഫ റളിയല്ലാഹുവിൻ്റെ മകൻ ഹമ്മാദ്. അറിവ് കൊണ്ട് ലോകം കീഴടക്കിയ മഹാനായിരുന്നു ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു. പിന്നെ അബൂ ഹനീഫ റളിയല്ലാഹുവിൻ്റെ യഥാർത്ഥ പേര് നുഅ്മാൻ. മദ്ഹബിനെ നിരാകരിക്കുന്നവർ മുബ്തദിഉകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ആദരവ് കൊണ്ട് വാഹനത്തിൽ കയറിയിരുന്നില്ല മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. മദ്രസ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ എല്ലാവിധ വീഡിയോകളും നമ്മുടെ ചാനലിലുണ്ട്. നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് അത് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഈ പരീക്ഷയിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് അല്ലാഹു പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.